ഹായ് ഗായ്സ്, അപ്പോൾ കുറേ നാളായി ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ ഇടുക. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. പക്ഷേ വ്ളോഗ് വീഡിയോ ആയിട്ടിട്ട് കുറച്ചായി. അത് കാരണം ഞാൻ നാട്ടിലായതുകൊണ്ടാണ്. നാട്ടിലെ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നാട്ടിൽ ഞാനൊരു അമ്പലത്തിൽ പോവാണ്. 2 അമ്പലത്തിലാണ് മെയിനായിട്ട് പോകുന്നത്. ഒന്ന് കാട്ടിൽ മേക്കതിലാണ്, രണ്ടാമത്തെ അമ്പലം വന്നിട്ട് ഏതാ, രണ്ടാമത്തെ അമ്പലത്തിൻ്റെ പേര് എപ്പോഴും മറന്നു പോകുന്നത്. കാട്ടിൽ മേക്കതിലാണ്. അപ്പോൾ ഈ 2 അമ്പലത്തിലാണ് പോകാനുള്ളത്. ഫസ്റ്റിൽ ഞങ്ങൾ പോകുന്നത് കാട്ടിൽ മേക്കതിലാണ്, കാരണം അത് ഇത്ര സമയം വരെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനുമ്പ് അവിടെ എത്തണം. പിന്നെ ഉള്ള ഓച്ചിറയിലാണ്. അവിടെ പിന്നെ എപ്പോഴും ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമേ കാട്ടിൽ മേക്കതിൽ പോകാമെന്ന് വിചാരിച്ചു. പോകുന്നതിനുള്ള വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം രസമാണ് പോകുന്ന ഒരു വഴിയൊക്കെ. പിന്നെ എൻ്റെ 2 അനിയത്തിമാരും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ എൻ്റെ കസിൻ ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും പേരൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വഴി കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ കുറേ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമായി, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. ഒരു സൈഡിൽ കടൽ, പിന്നെ കടലിൻ്റെ സൈഡിലുള്ള അമ്പലം. അപ്പോൾ അമ്പലം കാണാൻ പോലും നല്ല രസമാണ്. അപ്പോൾ എൻ്റെ അനിയത്തിമാരായിട്ടാണ് പോയത്. അവർ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവർക്കും അമ്പലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്പലത്തിലേക്ക് പോകാനുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി, മണിയൊക്കെ കെട്ടി. ഇത് കെട്ടുന്നതിന് എനിക്ക് കുറച്ച് കൈയൊക്കെ ഉറക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടെല്ലാം തോന്നുന്നു, ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും ഈ കെട്ടുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അതിനുശേഷം എൻ്റെ അനിയത്തിമാർ അവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലമാണ്. ഈ അമ്പലം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്ലീസിങ് ആയിട്ടുള്ള ഫീൽ വരുന്നൊരു അമ്പലമാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അനിയത്തിമാരായിട്ട് അവിടെ കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ. പിന്നെ ഞാൻ അതിൻ്റെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തല്ലെങ്കിൽ അവർ കണ്ടു നോക്കുക. അവിടെ കുറച്ച് നേരം തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയിട്ട് ഓച്ചിറയിൽ പോയിട്ടുണ്ടായിരുന്നു. ഓച്ചിറയിൽ ഞാൻ കുറച്ചധികം നാളെ പോയിട്ട്, മിക്കപ്പോഴും പോകുന്നൊരു അമ്പലമാണ് ഓച്ചിറ. അത്യാവശ്യം ഒരിടയ്ക്കാണെങ്കിൽ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് പോകുന്നത് ഓച്ചിറയിൽ. അപ്പോൾ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ഉള്ള സ്നേഹമാണ് എൻ്റെ അനിയത്തിമാരുടെ ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊന്നുമല്ല, രണ്ടും തമ്മിൽ എപ്പോഴും ഇടയാണ്. അപ്പോൾ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടികളായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ 9th ഗ്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഇനി ഈ വർഷം 10th പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് എങ്ങനെയാണ് 10th സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ മിസ്റ്റേക്സാണ് ഞാൻ വരുത്തിയത് 10th, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോയിൽ കാണിച്ചു തരാവുന്നതാണ്. ഞാൻ കുറേ മിസ്റ്റേക്സ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കും കൊണ്ടിരുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സാണ് വരുത്തിയത് 10th, ഞാൻ കുറേ മിസ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ആ മിസ്റ്റേക്സൊക്കെ മാറ്റിയിട്ട് 10th കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു തന്നെ, ഇതെനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് 10th. നമുക്ക് 10th അത്ര പാടൊന്നുമില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പഠിച്ച് ഇതാണെങ്കിൽ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ തന്നെ 10th സെറ്റാവും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഡ്രസ്സാണ്. പക്ഷേ ഇത് രണ്ടൊരു ഇത് വന്നിട്ടില്ല. എപ്പോഴും വീട്ടിൽ തന്നെയാണല്ലോ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈയിടെയൊക്കെ ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഡ്രസ്സ് ഞാനൊന്ന് ഇടാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇവരുടേതായ ലോകത്താണ്. ചർച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. പിന്നെ അതിനുശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് ഉള്ള പോയിട്ടുണ്ടായിരുന്നു ഓച്ചിറയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓച്ചിറയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓച്ചിറ അമ്പലം ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള അമ്പലമാണ്. എപ്പോഴും ഒരിടയ്ക്ക്
പോയിക്കൊണ്ടിരുന്നൊരു അമ്പലമായതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓച്ചിറ പോകാനായിട്ട്. ഓച്ചിറ പോയി കഴിഞ്ഞാൽ എന്തായാലും എവിടെയെങ്കിലും കടയിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. പിന്നെ ഓച്ചിറയിൽ എപ്പോഴും പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം തിരക്കില്ലാത്ത സമയത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് ഞങ്ങളിപ്പോൾ ഈ പോയിക്കൊണ്ടിരുന്ന സമയം അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തതാണ്. സാറ്റർഡേ ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. സൺഡേയോ അങ്ങനെയുള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അതിന് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴുത് ഇറങ്ങാനൊക്കെ പറ്റുന്ന ടൈമായിരുന്നു. ആൻഡ് എൻ്റെ അനിയത്തിമാർ അത്ര അടക്കം ഒതുക്കോടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓച്ചിറയിലെത്തി തൊഴുത് കഴിഞ്ഞിട്ട് വല്ലതും കളിപ്പാട്ടം വല്ലതും വാങ്ങിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊറ്റ കാര്യം കൊണ്ടാണ് അവർ നല്ല കുട്ടികളായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. ലൈക്ക് കാട്ടിൽ മേക്ക് അതിൽ വെച്ചിട്ട് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു അത് വേണം ഇത് വേണമെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ സമാധാനിപ്പിച്ച് നിർത്തി. ഇവിടെ എത്തിയിട്ട് വല്ലതും വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. ആൻഡ് അവരായിട്ട് ഓച്ചിറയിലേക്ക് ഒത്തിരി നടക്കാനുണ്ടല്ലോ, അത്യാവശ്യം നടന്ന് നമുക്ക് കണ്ട് പോകാൻ പറ്റും. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആൻറ്റി വിൽക്കാൻ വന്നതാണ്. കണ്ടപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റാണെന്ന് തോന്നില്ല, പക്ഷേ അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ഇപ്പം തീർത്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ എനിക്ക് ഈ ക്യാമറയും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടൊക്കെയാണ് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നത്. എനിക്കിങ്ങനെയാണ് കുറച്ച് ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ക്യാമറ പിടിച്ച് തന്നെ ഷൂട്ട് ചെയ്ത് നടക്കുകയാണെങ്കിൽ. അഫ്കോഴ്സ് ചമ്മലൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലപോലെ ചമ്മലുണ്ടായിരുന്നു. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ വീഡിയോയിലൊക്കെ അത്യാവശ്യം ഇതാണെങ്കിലും പുറത്ത് വെച്ച് പോകുമ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം നല്ല ഇൻട്രോവേർട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത്രയും വീഡിയോ എടുത്തത് തന്നെ വലിയ ഭാഗ്യം. ഞാനതും ആരെയും കാണാണ്ടൊക്കെയാണ് പതുക്കെ എടുക്കുക, ലൈൻസായിട്ട് ക്യാമറയൊക്കെ വെച്ചെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അനിയത്തിമാർക്ക് കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമല്ലോ, ഇത്രയും സമാധാനിപ്പിച്ച് നിർത്തിയത് അതിൻ്റെ ഒരു പേരിലാണ്. അങ്ങനെ അവർ തന്നെ സെലക്ട് ചെയ്ത സാധനമാണിത്. ആൻഡ് ഇത് വാങ്ങിച്ചു കൊടുത്തു. 2 പേർക്ക് വാങ്ങിച്ചു. ഒരു നീല കളറിലെയും ഒരു പിങ്ക് കളറിലെയും ഈ ഒരു വരയ്ക്കുന്ന എന്തൊരു സംഭവം, അത് 2 പേർക്കും വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെതാണ് ക്ഷീണിച്ചതിൻ്റെയാണ് കേട്ടോ ആ ഇത് നിൽക്കുന്നത്. രണ്ടുപേരും ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ കിട്ടിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ പോയത് പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പിന്നെയും നടന്നു. ലൈക്ക് അത്യാവശ്യം കുറച്ച് അമ്പലങ്ങളുണ്ടല്ലോ, പിന്നെയും ഒരെണ്ണത്തിൽ കൂടെ കയറാനുണ്ടായിരുന്നു. ഓച്ചിറയിൽ തന്നെ ലൈക്ക് കുറച്ചധികം അമ്പലങ്ങൾ നമുക്ക് ലൈക്ക് തൊഴാനായിട്ട് കുറച്ച് ഉണ്ടല്ലോ. അപ്പം ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തൊഴാനായിട്ട്. എൻ്റെ അവിടേക്ക് പോകുന്ന വഴിക്ക് തന്നെ കമ്മൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഒരു വെയിലൂടെ പോയപ്പോൾ നല്ല ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. കുറേ ലൈക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സ്ഥലമുണ്ട്. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ കാണുന്നത്. ഇത്രയും ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ കസിൻ ചേച്ചിയാണ് കാണിച്ചു തന്നെ, ഇതുവഴി പോവാം, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ആൻഡ് അതൊക്കെ നോക്കി ആസ്വദിച്ചിങ്ങോട്ട് നടന്നു പോകുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ ഞാൻ പണ്ടെപ്പോഴോ വന്നതാണ്. എപ്പോഴാണ് വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. 2023 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോഴെങ്ങാണ്ടാണ് അവസാനമായിട്ട് വന്നത്. ആ സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. എന്നാലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ. പിന്നെ ട്വിൻസ് ആയതുകൊണ്ട് ഇവളുമാരെ കാണാനായിട്ട് കുറേ പേര് ഇങ്ങനെ വന്ന് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ ചിരിച്ചാൽ തിരിച്ചിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കമ്മലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്മലിട്ടിട്ടുള്ള ക്ലിപ്പ് ഞാൻ കാണിക്കാം. എനിക്ക് കമ്മൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടൊരു കമ്മലായിരുന്നു. അപ്പോൾ അതിവിടെ കണ്ടപ്പോൾ എടുത്തങ്ങോട്ട് വാങ്ങിച്ചതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ കമ്മൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രസ്സിന് ഞാൻ ലൈക്ക് കമ്മലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം നാളെ ഞാൻ കമ്മലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ കമ്മൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു. എൻ്റെ ഡ്രസ്സിന് മാച്ചായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.